ഈ ഒരു വീഡിയോയിലുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ആട് ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നിരിക്കുന്നു. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരേര ഡൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെരേര ഡൈസ് ഒരു കംപ്ലീറ്റ് ചാമ്പ്യൻ മെറ്റീരിയലാണ്. സോ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ഞാൻ നോക്കി നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. ഇത് സ്റ്റാർട്ടല്ല, അതിൻ്റെ ആ ഒരു 4 സീസൺ, കഴിഞ്ഞ 4 സീസൺ. ആദ്യത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്നു അദ്ദേഹം. ISL ഫൈനൽ അദ്ദേഹം കളിച്ചു. രണ്ടാമത്തെ സീസണിൽ മുംബൈയിലായിരുന്നു അദ്ദേഹം, മുംബൈ സിറ്റി FC അന്ന് മുംബൈ സിറ്റി FC ഷീൽഡ് നേടി. മൂന്നാമത്തെ സീസണിൽ അദ്ദേഹം മുംബൈ സിറ്റി FC തന്നെയായിരുന്നു, അന്ന് മുംബൈ സിറ്റി FC ISL ട്രോഫി നേടി. നാലാമത്തെ സീസണിൽ ഇപ്പോൾ BFC ഇത് ISLൻ്റെ ഫൈനലിലെത്തിയിരിക്കുകയാണ്. സോ എന്തായാലും ഒരു ചാമ്പ്യൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ചാമ്പ്യൻ പ്ലെയറാണ് പെരേര ഡയസ് എന്ന് പറയുന്നത്. എന്തായാലും BFCയിൽ അദ്ദേഹം കിരീടം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലല്ലാതെ ബാക്കി എല്ലാ ടീമിലും കിരീടം നേടിയൊരു പ്ലെയറായിട്ട് മാറും. അതായത് അവിടെ ഫൈനൽ വരെ എത്തി. നമ്മൾ വളരെയധികം കുറ്റം പറഞ്ഞൊരു പ്ലെയറാണ് പെരേര ഡയസ്. അൽവാരോ വാസ്കസിനെയൊക്കെ പുകഴ്ത്തി മണ്ടയ്ക്ക് കയറ്റി വെച്ച ആൾക്കാരാണ് നമ്മൾ. ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് പെരേര ഡയസിന് അൽവാരോ വാസ്കസിനെക്കാട്ടി ഫാർ ബെറ്ററാണ് ഒരു ടീം പ്ലെയർ എന്ന രീതിയിൽ. ഇൻഡിവിജ്വൽ പ്ലെയർ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ടീം പ്ലെയർ എന്ന നിലയിൽ പെരേര ഡയസ് ഒരു ടോപ്പ് പ്ലെയറാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മേദി തലാൽ, ദിമീർ ഡയമൻഡക്കോസിൻ്റെയൊക്കെ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. കാരണം ഇവരൊക്കെ ഇഷ്ടമംഗൾ എടുത്തിട്ടും ആ ഒരു ടീം വിജയിച്ചിട്ടില്ല. അവർ 8ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഒരാൾ ഗോൾഡൻ ബൂട്ട് വിന്നറാണ്, ഒരാൾ ഗോൾഡൻ ബോൾ വിന്നറാണ്. ബട്ട് അന്നേ തന്നെ അവരുടെ ഒരു ടീം 5ാം സ്ഥാനത്ത്, ഒരു ടീം 9ാം സ്ഥാനത്ത് വരും. ബട്ട് ഞാൻ ഗോവയുടെ കാര്യം പറയില്ല, ഐക്കർ, അതുപോലെ തന്നെ സദിക്യു തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ ചാമ്പ്യന്മാരായ ക്ലബ്ബിൽ നിന്ന്, മക്യൂബ് പോലുള്ള പ്ലേയേഴ്സിനെയൊക്കെ ചാമ്പ്യന്മാരായ ക്ലബ്ബിൽ നിന്ന് മോഹൻ ബഗാൻ കൊണ്ടുവന്നൊരു പ്ലേയേഴ്സ്. സോ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ചാമ്പ്യന്മാർ അല്ലെങ്കിൽ ഫൈനലിലെത്തുന്ന ക്ലബ്, ടോപ്പ് 3 എത്തുന്ന ക്ലബ്ബിൽ നിന്നൊക്കെ നമ്മൾ പ്ലേയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു പ്ലേയേഴ്സിനുണ്ടാകും. എന്തായാലും നമ്മുടെ കേരള പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ കേരള പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സ്റ്റിൽ വളരെ മോശമാണ്. അതായത് എനിക്ക് തോന്നുന്നൊരു 11ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. 9 കളി കളിച്ചു, 2 എണ്ണം ജയിച്ചു, 2 ഡ്രോ. അതുപോലെ തന്നെ 5 തോൽവികളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരുള്ളത്. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു യൂത്ത് ടീമാണ്, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന ടീമിൻ്റെ യൂത്ത് ടീമാണ്. കിടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് നോക്കി. എന്നിട്ടാണ് ഈ ഒരു പ്ലേസിനെയൊക്കെയാണ് പൊക്കിയെടുത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. സോ എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. നിങ്ങൾ ഗോകുലം കേരള എഫ്സിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കുക, അവരെവിടെയാണെന്നുള്ളത്. അവർ ടോപ്പിൽ കളി, അവർ 3ാം സ്ഥാനത്ത് ഇരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രാവശ്യം പെർഫോമൻസ് കുറച്ച് ഡിമ്മായിട്ടുണ്ട്. ബട്ട് ഐ ലീഗ് കളിക്കുന്ന ഒരു ടീമിൻ്റെ അവരുടെ യൂത്ത് ടീം എങ്ങനെയാണ് കളിക്കേണ്ട ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റും ഒരു കോപ്പുമില്ല. നിങ്ങളിപ്പോൾ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാളൊക്കെ എടുത്ത് നോക്കിയാൽ കൽക്കട്ട പ്രീമിയർ ലീഗിലൊക്കെ അവർ ടോപ്പാണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക എവിടെയാണ് കിടക്കുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേരള ടീമുകളുടെ അവസ്ഥ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമുകളുടെ അവസ്ഥ എന്ന് പറയും. സോ എന്തായാലും മാറി ചിന്തിക്കാൻ സമയം, എന്തായാലും ഗോകുലമൊക്കെ പെട്ടെന്ന് ISLലേക്ക് വരട്ടല്ലേ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആഷിഖ് കുരണിയുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റാണ്. ആഷിഖ് കുരണി 100 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്ന് തന്നെ പറയണം. എന്തായാലും അദ്ദേഹം 48 മത്സരങ്ങൾ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ 1 ഗോളും 3 അസിസ്റ്റും, അത്ര വലിയ നമ്പറൊന്നുമല്ല. പിന്നെ നമുക്കറിയാം അത് ഇതിൽ പരിക്കും മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ് ആഷിഖ് കുരണി എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? 100 മത്സരങ്ങൾ ISL അത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. ISL തുടങ്ങിയ ആ ഒരു ടൈം തൊട്ട് പൂനെ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ കളിച്ചു വന്നൊരു താരമാണ് അദ്ദേഹം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.